ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊന്നാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഡിഗ്രി കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. 2025-26 അക്കാഡമിക് വർഷത്തേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോഴാണ് പല ആളുകൾക്കും അറിയാത്തൊരു സത്യമുള്ളത്, ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് മലപ്പുറം ജില്ലയിൽ, കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഒരു ഓഫ് ക്യാമ്പസ് ഉണ്ട്. പല ആളുകൾക്കും ഇങ്ങനൊരു സംഗതി അറിയാൻ പോലും ഇല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാന്ന് കരുതി. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന സ്വഭാവത്തിൽ 1875 സ്ഥാപിതമായിട്ടുള്ള 1155 ഏക്കറുകൾ വരുന്ന വലിയ ക്യാമ്പസ് ഏരിയയുള്ള 37,000 കുട്ടികൾ പഠിക്കുന്ന, അത് 1,70,000 അലുമിനീസ് പഠിച്ചിറങ്ങിയിട്ടുള്ള 117 ഡിപ്പാർട്ട്മെന്റുള്ള, അതുപോലെ തന്നെ 1678 അക്കാഡമിക് സ്റ്റാഫുള്ള 13 ഫാക്കൽറ്റികളിലായിട്ട് അത്രയും അധ്യാപകർ പഠിക്കുന്ന സ്റ്റാഫുകൾ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. 3.35 NAC A ഗ്രേഡ് റാങ്കുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ്ലി റാങ്ക്ഡ് അമംഗ് ടോപ്പ് 10 യൂണിവേഴ്സിറ്റി. നിങ്ങൾ ഇന്ത്യയിൽ തന്നെ ഒരു ടോപ്പ് 10 യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അലിഗഡ് അതിൽ ഉണ്ടാവുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള ഹെറിറ്റേജ് ഉള്ള അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓഫ് ക്യാമ്പസ്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് ആകെ 2-3 ഓഫ് ക്യാമ്പസുകളേ ഉള്ളൂ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഓഫ് ക്യാമ്പസ് ആണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ അലിഗഡിൻ്റെ ക്യാമ്പസ് എന്ന് പറയുന്നത്. ഈ ക്യാമ്പസിലുള്ള പ്രധാനപ്പെട്ട കോഴ്സുകൾ ഏതാണെന്ന് നോക്കാം. ഒന്ന് BA-LLB കോഴ്സാണ്. BA-LLB കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അലിഗഡിൻ്റെ ക്യാമ്പസിൽ. BA-LLB കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണാം. BA-LLB പ്രോഗ്രാം വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ്. അതുപോലെ തന്നെ മാസ്റ്റേഴ്സിന് MBA പ്രോഗ്രാം ഉണ്ട്, B.Ed കോഴ്സ് ഉണ്ട്. B.Ed കോഴ്സുകളും പൊതുവെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഫീസൊക്കെ ചിലവഴിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ B.Edലേക്ക് ആളുകൾ പോകാറുള്ളത്. അതിന് പകരം ഡിഗ്രിക്ക് ശേഷം നിങ്ങൾക്ക് നല്ല ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് B.Ed ചെയ്യണമെന്നുണ്ടെങ്കിൽ അലിഗഡിന് അതേ സർട്ടിഫിക്കേഷൻ, അതേ വാല്യൂ ഒക്കെ തന്നെയാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണെന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷത്തെ അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ എന്നാണ് നടക്കുന്നത് നോക്കാം. BA ഓണേഴ്സ് പ്രോഗ്രാം സംഗതികളൊക്കെ ഏപ്രിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. എല്ലാ എക്സാമിനേഷനും ഏപ്രിലാണ്. ഈ പറയുന്ന പോലെ BA-LLBയുടെ എക്സാമിനേഷൻ നടക്കുന്നത്, BA-LLB എക്സാമിനേഷൻ നടക്കുന്നത് 20 ഏപ്രിലാണ്. അതുപോലെ തന്നെ ഇത്തരം സബ്ജക്റ്റുകളിലൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് BA കോഴ്സ് ആണെങ്കിലും BCom കോഴ്സ് ആണെങ്കിലും BSc കോഴ്സ് ആണെങ്കിലും, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള BTech കോഴ്സുകൾ, BSc നഴ്സിംഗ് കോഴ്സ്, ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് സ്വഭാവത്തിലുള്ള എല്ലാ കോഴ്സുകളുടെയും അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ സൂചിപ്പിക്കാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. കോഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കുകയും ചെയ്യാവുന്നതാണ്. കരിയർ കോച്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. അത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ ഇനി ചെയ്യുന്നതായിരിക്കും. കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. മക്കളെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.